Saira, uh, to all my FB friends who all wished me birthday. Anyway, FB reminds all of us about our birthdays or death day or whatever days are there. Anyway, I will not thank anybody for wishing me because I am sorry to say this. I am not a person who believes in wishing or praying. My policy in life is if by wishing somebody or by praying for somebody, if things are going to work out very well, there is no need for sufferings in this world. Being born as a Brahmin, Iyer family, as a child, I've been brought up with much intense care and humbleness and low profile life, simple life, and only to perform our Nitya Puja at home. Can I talk in Malayalam also for the people so that I'll also be comfortable? 8 വയസ്സ് മുതൽ അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും കെയറിലും അമ്മയുടെയും അച്ഛൻ്റെയും കെയറിലും പരിലാളനയിലും ഒക്കെ വളർന്ന ഒരു കുട്ടിയാണ്. ട്രിവാൻഡ്രം. പക്ഷേ അമ്മയോ അച്ഛനോ അമ്മൂമ്മയോ അപ്പൂപ്പനോ ഓൺ ബോത്ത് സൈഡ്സ് ഒരിക്കലും അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് ദൈവത്തോട് ഇത് ചോദിക്കൂ, ദൈവം അത് തരും, ഇത് ചോദിക്കൂ അത് തരും, അത് ചോദിക്കൂ ഇത് തരും എന്ന് ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല. ഞങ്ങളുടെ കുടുംബത്തിൽ, അതായത് ഞങ്ങളുടെ പരമ്പരാഗതമായിട്ടുള്ള പൂജകൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് ഈ പൂജകളൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ആത്മശാന്തി ലഭിക്കും, എംപവർമെൻറ്റ് കിട്ടും, വിസ്ഡം കിട്ടും. ഈ എംപവർമെൻറ്റും വിസ്ഡവും വന്നാൽ അടുത്ത ഒരു പദവിയാണ് സ്പിരിച്വാലിറ്റി. ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് അമ്പലത്തിൽ പോയി അഭിഷേകം കഴിക്കുന്നതോ അർച്ചന ചെയ്യുന്നതോ കളഭാഭിഷേകം കൊടുക്കുന്നതോ ഇതൊന്നും അല്ല സ്പിരിച്വാലിറ്റി. അത് അമ്പലത്തിൽ പോകുന്ന തെറ്റും ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മുടെ കാര്യസിദ്ധിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നതൊന്നും ഫലമില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആലോചിച്ച് നോക്കിക്കോളൂ. ഈ മണ്ണിടിച്ചിൽ ഷിരൂരിൽ ഇത്രയും വലിയ മണ്ണിടിച്ചിൽ ഇത്രയും പേർക്ക് ആഹാരം കൊടുത്ത ഒരു ഫാമിലി, ആ കുട്ടികൾ എന്ത് തെറ്റ് ചെയ്തു? ചെറിയ കുട്ടികളാണ് മണ്ണിലൊളിച്ചു പോയിരിക്കുന്നത്. എവിടെ ദൈവം? ഷോ മി വേർ ദ ഗോഡ് ഈസ്. സോറി ടു സേ ദിസ്. നമ്മൾ ഇതിൽ നിന്നും ഉണരണം. ദൈവം എന്ന് പറയുന്നത് എന്നെ അപ്പൂപ്പൻ പഠിപ്പിച്ചത് ദൈവം എന്ന് പറയുന്നത് ഒരു കച്ചിത്തുരുമ്പാണ്. നമ്മൾ വേറെ വിധമായ ജീവിതത്തിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യാണ്ടും ദാറ്റ് ഈസ് ഒഴുകി പോകാണ്ടിരിക്കാൻ, ലൗകിക മായകളിൽ അകപ്പെട്ട് വേണ്ടാധീനങ്ങളിലോട്ട് പോകാണ്ടിരിക്കാനാണ് നമ്മൾ ദൈവത്തിനെ മുറുകെ പിടിക്കുന്നത്. അല്ലാണ്ട് നമ്മുടെ ആവശ്യങ്ങൾക്കല്ല ദൈവത്തിനെ പിടിക്കുന്നത്. പിന്നെ കാക്ക കയറിയതും പനമ്പഴം വീഴുന്നതും ഒരുപോലെയായി എന്ന് പറയുന്ന പോലെ നിങ്ങൾ പ്രാർത്ഥിച്ചു ഒന്ന് കിട്ടി, അപ്പോൾ പ്രാർത്ഥിച്ചു കിട്ടി. സത്യം പറയുകയാണെങ്കിൽ ഞാൻ 8 വയസ്സ് മുതൽ ലളിതാ സഹസ്രനാമം ചൊല്ലുന്ന ആളാണ്. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും. ബ്രാഹ്മിൻ ഫാമിലിയിൽ, സ്റ്റോൺസ് ബ്രാഹ്മിൻ ഫാമിലിയിൽ വളർന്ന കുട്ടിയാണ്. ഒറ്റ മോളാണ് 2 ബ്രദേഴ്സിന്. പക്ഷെ ഒരിക്കലും അമ്മ എന്നെ പാമ്പർ ചെയ്ത് വളർത്തിയിട്ടില്ല. പിന്നെ എന്താ പറയുക, നമ്മുടെ ജീവിതം നമ്മൾ നയിച്ചുകൊണ്ട് പോവുക. അത് നടക്കണ പോലെ നടക്കും, വരുന്ന പോലെ വരും. ഇപ്പം ഞാൻ ഈ FBയിലോട് എല്ലാവരോടും ഇങ്ങനെ മുമ്പിലോട്ട് വന്ന് സംസാരിക്കാൻ തുടങ്ങിയതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഓരോരുത്തരായിട്ട് വിളിച്ചിട്ട് താങ്ക് യു ഫോർ സെൻഡിങ് വിഷസ് ഫോർ മൈ ബർത്ത്ഡേ എന്ന് പറയാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ബിക്കോസ് എൻ്റെ പോളിസി പ്രകാരം ഞങ്ങൾ ബിലീവ് ചെയ്യുന്നത്, ഞങ്ങൾ ആസ് ഫാമിലി വാട്ട് വി ബിലീവ് ഇസ് there is only one birthday, the next comes the death day. ഈ ബർത്ത്ഡേക്കും ഡെത്ത് ഡേക്കും നടുവിൽ നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രാധാന്യം. സോ അതുകൊണ്ടാണ് ഞാൻ ആർക്കും റിപ്ലൈ തരാത്തതും നിങ്ങൾ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞപ്പോൾ. ആൻഡ് മോർ ദാൻ ദാറ്റ്, ഓഫ് കോഴ്സ് ഞാൻ എൻ്റെ സ്റ്റാർ ബർത്ത്ഡേ എനിക്കറിയാം. ഇതിൻ്റെ ഇംഗ്ലീഷ് ഡേറ്റ് ആണ്. 26 ജൂലൈ ഇംഗ്ലീഷ് ഡേറ്റ്. ഞാൻ ഓൾറെഡി 66 ആയി. എൻ്റെ സ്റ്റാർ ബർത്ത്ഡേ 17-ാം തീയതി ആയിരുന്നു, നക്ഷത്ര പിറന്നാൾ. അന്ന് ഞാൻ പായസം വെച്ചു. അമ്മ പറഞ്ഞതുപോലെ പായസം വെച്ചു, ദൈവത്തിന് വെച്ചു, പ്രസാദമായിട്ട് എടുത്തു, എൻ്റെ ഡോഗ്സിന് കൊടുത്തു, ഞാനും കഴിച്ചു, ഹസ്ബൻഡ് പാക്ക് ചെയ്ത് കൊടുത്തയച്ചു. ആൻഡ് മോർ ഓവർ ഐ എം ടെല്ലിങ് യു, ഞങ്ങളുടെ ഫാമിലിയിൽ ആരും ഇങ്ങനെ ഒരാളുടെ പിന്നാലെ പോകാറില്ല. പിന്നെ മകൾ തന്നെ പറയുന്നുണ്ട് പാസ്പോർട്ട് എടുക്കണം, വിസ എടുക്കണം,
അമ്മ ലണ്ടനിൽ വരും, ബിക്കോസ് ഷീസ് പ്ലാൻ ടു സെറ്റിൽ ഡൗൺ ഇൻ UK. ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞു ഞാൻ എങ്ങും വരുന്നില്ല, ഐ എം ഹാപ്പി വേർ എവർ ഐ ആം. നിനക്ക് വേണമെങ്കിൽ വന്ന് അമ്മേനെ കണ്ടിട്ട് പോക്കോളൂ, എനിക്ക് എങ്ങും കാണണ്ട, യുനോ. സോ അതുകൊണ്ട് എന്താ പറയുന്നത് വെച്ചാൽ, ഞാൻ ഒരു സൈബർ ഡിവോട്ടിയാണ്. സ്വാമിയുടെ നിർദ്ദേശപ്രകാരം ഒരു വൈബ്സ് ഓഫ് സായി എന്നൊരു ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ ഞാൻ സ്പിരിച്വലായിട്ടും ചെടികളെ പറ്റിയും ഒക്കെ പറയുന്ന ആഗ്രഹമുണ്ട്. കുറച്ച് അതൊക്കെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വിത്ത് സ്വാമി ഞാൻ പറയുന്നതല്ലാണ്ട് ഞാൻ സ്വാമിയുടെ ഫോൾഡിൽ വന്നതുകൊണ്ട് എനിക്ക് അത് കിട്ടി ഇത് കിട്ടി എന്ന് എനിക്ക് പറയാൻ ഒന്നുമില്ല. ഇത്രയും ദിവസം ലളിതാംബിക ഉപാസന ചെയ്തിട്ട് എന്തോന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ ഒന്നും കിട്ടും, വട്ടപൂജ്യം. സോ അതുകൊണ്ട് ഞാൻ എന്താ പറയുക വെച്ചാൽ, ഞാൻ ഒന്നിലും തളരാണ്ട് ഒന്നിലും ചെയ്യാണ്ട് നിൽക്കുന്നത് എന്നെ വളർത്തിയ എൻ്റെ അമ്മയുടെ കാര്യമാണ്. ഞാൻ ഇതുവരെ ഞാൻ ഒന്നും തളർന്നിട്ടില്ല. എൻ്റെ സ്വന്തം രണ്ടാമത്തെ മോള്, when she left her body also, I always told God, thank you for giving me as a child. എൻ്റെ മുമ്പിൽ അവളെ ചുമക്കാൻ സാധിച്ചതും അവൾക്ക് ഞാൻ സർവീസ് ചെയ്യാൻ പറ്റിയതും എൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. Let her go to safe hands, because I always feel body will perish and soul will travel. പക്ഷേ ഇത് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഈ സഫറിങ്സ് കൂടുന്നത്. എപ്പോൾ നമ്മൾ ഇത് തിരിച്ചറിയുന്നുവോ, അതായത് ബോഡി വിൽ ഡൈ, ബോഡി വിൽ പെരിഷ് ആൻഡ് സോൾ വിൽ ട്രാവൽ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മകൻ മരിച്ചു പോയിരുന്നു, മകൾ മരിച്ചു പോയിരുന്നു, അച്ഛൻ പോയിരുന്നു, അമ്മ പോയിരുന്നു, നമ്മൾ വ്യസനിക്കില്ല. ബിക്കോസ് വി ആർ ഓൾറെഡി ലിവിങ്. ബിക്കോസ് നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും ബ്ലഡും ഫ്രഷുമാണ് നമ്മുടെ ബോഡിയിൽ ഓടുന്നത്. വേർ ഹാവ് ദേ ഗോൺ? ദേ ഹാവ് നോട്ട് ഗോൺ എനിവേർ. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. പുനരഭിജനനം, പുനരഭിമരണം, പുനരഭിജഡരേ ജനനീ ശയനം. അതുകൊണ്ട് നമ്മൾ ഈ ബർത്ത്ഡേക്ക് വിഷ് ചെയ്തിട്ട് എന്നോട് പലവരും പറയാറുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ചാനൽ ഇത് ഞാൻ പോസ്റ്റ് ചെയ്യാൻ കാരണം. എന്നോട് പലരും പറഞ്ഞു, രാധയ്ക്ക് ഭയങ്കര അഹങ്കാരമാണ്, ഞങ്ങൾ ബർത്ത്ഡേ വിഷ് ചെയ്തിട്ട് പോലും തിരിച്ചു പോലും താങ്ക് യു എന്ന് പോലും FB ഇടാനുള്ള കഴിവ് മനസ്സ് കാണിച്ചില്ല. സോറി, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എന്നെ ബർത്ത്ഡേ വിഷ് ചെയ്യാൻ. മാത്രമല്ല എനിക്കിതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. ആസ് ഐ ടോൾഡ് യു, മൈ വ്യൂ ഇൻ ലൈഫ് ഇസ്, മൈ വ്യൂ എന്ന് പറയുമ്പോൾ എൻ്റെ ഫാമിലി, മൈ ഹസ്ബൻഡ്, മൈ ഡോട്ടർ, മൈ ബ്രദർ, മൈ സിസ്റ്റർ ഇൻ ലോ, ഞങ്ങളുടെ ഫാമിലി ഒട്ടാകെ, ഞങ്ങളുടെ ഫാമിലി എന്താ ഒരു ചിന്താഗതി വെച്ചാൽ, ജീവിച്ചിരിക്കുന്ന കാലം ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം, ഉപദ്രവിക്കാണ്ടിരിക്കുക. പിന്നെ ലൈഫ് ബിറ്റ്വീൻ ദി ബർത്ത് ആൻഡ് ദ ഡെത്ത് ഇസ് എ സ്പാൻ. ഞാൻ ഒരുപാട് ചെയ്തു. എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ 24 വയസ്സ് ഞാൻ ഡോഗ് ബ്രീഡറായിട്ട് 57 വയസ്സ് ഡോഗ് ബ്രീഡിങ് ചെയ്തു. ഫ്രണ്ടിലെ ഡോർ പോലും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അതിൽ വരുന്ന പൈസകൾ മുക്കാലും ഞാൻ അനാഥ മക്കളിന് കൊടുത്തത് പറയാൻ പാടില്ല, അനാഥ കുട്ടികൾക്ക് പലവിധമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ താൽക്കാലികമായി എൻ്റെ കർമ്മം കൊണ്ടുപോകുന്ന എനിക്കറിയില്ല, എല്ലാം ആകെ മാറി മറിഞ്ഞു. ഫേസ് ഓഫ് ലൈഫ്. റായക്കോട്ടിൽ പോയി പ്രോപ്പർട്ടി വാങ്ങിച്ചു. അവിടെ നമുക്ക് താമസിക്കാൻ പറ്റില്ല എന്നറിയാം, പക്ഷേ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തേ പറ്റൂ. ബാംഗ്ലൂർ പ്രോപ്പർട്ടി വിറ്റപ്പോൾ ഐ ഹാവ് ടു ഇൻവെസ്റ്റ് സംവെയർ. സോ അവിടെ വാങ്ങിച്ചു. ബട്ട് ആ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് എനിക്ക് ഒട്ടും ചേർന്ന് പോയില്ല, ഹസ്ബൻഡും ചേർന്ന് പോയില്ല. ഇറ്റ്സ് വെരി ഹോട്ട് ഓവൻ. സോ അതുകൊണ്ട് അത് വിറ്റ് ഇപ്പോൾ ഞാൻ ഹൊസൂറിൽ വാടകയ്ക്ക് താമസിക്കുകയാണ്. എനിക്ക് ലാൻഡ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഔട്ട്സ്കേർട്സ് ഓഫ് ദൊഡബള്ളാപുര, ബാംഗ്ലൂർ. കിട്ടിയെങ്കിൽ അങ്ങോട്ട് മാറും, ഇല്ലെങ്കിൽ പിന്നെയും തഥൈവ വാടക വീട്. ഈ പുള്ളിക്കാരൻ വാടക വീട് മാറാൻ പറഞ്ഞാൽ അടുത്ത വീട്ടിലോട്ട് പോകും. ഇതാണ് നടക്കുന്നത് ഇവിടെ. പക്ഷേ എനിക്ക് ഒന്നുകൊണ്ടും ഞാൻ എന്താ പറയുക, ഞാൻ മനസ്സ് വിട്ടുപോവുകയോ സങ്കടപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. ബിക്കോസ് ആസ് സായിബാബ ഓൾവേസ് സേസ്, സ്വാമി പറയുന്ന പോലെ, എൻ്റെ അപ്പൂപ്പൻ പറയുന്ന ഓരോ ടീച്ചിങ്സ് ആയിരുന്നു സായിബാബ. അതുകൊണ്ടാണ് എനിക്ക് സായിബാബയുടെ അട്രാക്ഷൻ തോന്നാൻ കാരണം. അപ്പൂപ്പൻ എപ്പോഴും പറയും, ഫൗണ്ടേഷൻ കറക്റ്റ് ആയിരുന്നെങ്കിൽ ബിൽഡിംഗ് അവിടെ നിൽക്കും, ഫൗണ്ടേഷൻ ശരിക്കിട്ടില്ലെങ്കിൽ ബിൽഡിംഗ് അവിടെ നിൽക്കില്ല. സോ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് യാതൊന്നിലോടും സങ്കടമോ സന്തോഷമോ ഒന്നുമില്ല. ഐ ആം എ സ്ഥിതപ്രജ്ഞ. ദാറ്റ് മീൻസ് ദുഃഖത്തിലും സുഖത്തിലും തുല്യമായിട്ട് ഞാൻ സന്തോഷിക്കുന്നതാണ്. ദുഃഖം വന്നാലും സന്തോഷം, സുഖം വന്നാലും സന്തോഷം. ബിക്കോസ് ഇതൊന്നും നമ്മുടെ കയ്യിലുള്ളതല്ല. നമ്മൾ ചെയ്ത പാപത്തിൻ്റെ ഓരോ ഫലങ്ങൾ അനുഭവിച്ചേ പറ്റും. പക്ഷേ നമ്മുടെ മുമ്പിൽ കാണുന്ന എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. ഇവിടെ അതും പറ്റില്ല. ബിക്കോസ് ടെറസ് ഗാർഡൻ ചെയ്യാൻ പറ്റില്ല, ഒരു തരി മണ്ണ് പോലും ടെറസിൽ കയറ്റാൻ പറ്റില്ല. ഞാൻ വല്ലവിധനം കയറ്റി, യു ഓൾ ഹാവ് സീൻ, അതെല്ലാം തിരിച്ചെടുത്തു. ബിക്കോസ് ഞാൻ കാരണം അയാളുടെ ടെറസ് ചീത്തയായി അയാൾ പറയണ്ട. ഇപ്പോൾ അടുത്ത കംപ്ലൈൻറ്റ് വരെയാണ്, പോർച്ചിൻ്റെ അടുത്ത് ഫുള്ള് വെച്ചിരിക്കുകയാണ് ചെടികൾ. അപ്പോൾ ആയിരിക്കാം അടുത്ത വീട് മാറാനുള്ള സമയം വരുന്നുവെന്നോ ആർക്കറിയാം. ഇതൊക്കെയാണ്. ചെടികളെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ അതിനെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റുള്ളൂ.
മണ്ണിനെ സ്നേഹിക്കണം, ചെടികളല്ല മണ്ണിനെ സ്നേഹിക്കണം, പിന്നെ പ്രാണികളെ സ്നേഹിക്കണം. അതുകൊണ്ട് ഞാൻ ആരോടും താങ്ക് യു ഫോർ വിഷിങ് മീ എ ഹാപ്പി ബർത്ത്ഡേ ഞാൻ ആരോടും പറഞ്ഞില്ല. ഇനി അതിനാരും പരിഭവം പറയണ്ട. കുറേ മെസ്സേജ് എനിക്ക് വാട്സപ്പിൽ വന്നു, ഞാൻ ആരുടെയും പേര് പറയണ്ട. എന്താ ചേച്ചി എത്രയും പോലൊരു മര്യാദയില്ല, ഞങ്ങൾ ബർത്ത്ഡേക്ക് വിഷസ് പറയുമ്പോൾ താങ്ക് യു സോ മച്ച് എന്ന് പറയാൻ പോലും എഫ് ബിയിൽ പറയാൻ പോലുള്ള മര്യാദ പോലും ഇല്ല. സാരമില്ല, എനിക്ക് ആ മര്യാദ വേണ്ട. ഞാൻ ആരുടെയും ഞാൻ പറഞ്ഞു എനിക്ക് വിഷ് ചെയ്യുന്നതോ പ്രേ ചെയ്യുന്നതോ ഐ ഡോണ്ട് ബിലീവ് ഇൻ പ്രേയേഴ്സ് ഓർ വിഷിങ്. ബിക്കോസ് വിഷ് ചെയ്തുകൊണ്ട് ഒരാളുടെ ജീവിതം മാറാൻ പോലില്ല. പ്രേ ചെയ്യുന്നത് കൊണ്ട് ഒരാളുടെ ജീവിതം മാറാൻ പോവുകയാണെങ്കിൽ ഐ വോണ്ട് ഓൺലി വൺ ക്വസ്റ്റ്യൻ നൗ. എല്ലാവരും ദൈവവിശ്വാസികളാണല്ലോ. എന്തുകൊണ്ട് ഈശ്വരൻ ആ 2 കുട്ടികൾ, കുഞ്ഞു കുട്ടികൾ, ആ കുട്ടികൾ എന്ത് പാവം ചെയ്തു? ഈ മണ്ണിടിച്ചില്, ശിരൂരിലെ മണ്ണിടിച്ചില് ലോറി ഡ്രൈവർ അർജുൻ കാണാതായി പോട്ടെ, കുറേ പേര് പോയി പോട്ടെ, പക്ഷെ അവിടെ 2 കുട്ടികൾ, ആ ഢാബ നടത്തുന്ന കൃഷ്ണൻ ഭട്ട് എന്ന് പറഞ്ഞ ആളുടെ ഭാര്യയും 2 കുട്ടികളും മരിച്ചു. വെള്ളത്തിൽ അടിച്ചുകൊണ്ട് പോയി. എന്തുകൊണ്ട്? Why couldn't God prevent them if God is the doer of things? So try to understand, God is not the doer of things, but the karma is the doer of your life. Thank you, Sai Ram.